Hi students, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ സെഷനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡൈപോളിലെ പൊട്ടൻഷ്യൽ, അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ്, പോളറൈസേഷൻ, പോളാർ മോളിക്യൂൾ, നോൺ പോളാർ മോളിക്യൂൾ, ഡൈഇലക്ട്രിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് പൊട്ടൻഷ്യൽ എന്നുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ പൊട്ടൻഷ്യലിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഏകദേശം നമ്മളവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടാണ്. പൊട്ടൻഷ്യൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോക്കാം, നമ്മൾ രണ്ട് കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. രണ്ട് കണ്ടക്ടേഴ്സ്, ഒരു കണ്ടക്ടർ പ്ലസ് ക്യൂ ചാർജിലും മറ്റൊരു കണ്ടക്ടർ മൈനസ് ക്യൂ ചാർജിലും ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ചാർജ് പ്ലസ് ക്യൂ, ഇതിൻ്റെ ചാർജ് മൈനസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും, ചാർജ് ഉണ്ടെങ്കിൽ അല്ലേ. പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഫീൽഡിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് എന്തെടുക്കാം? V1 എന്നെടുക്കാം. ഈ കണ്ടക്ടറുടെ പൊട്ടൻഷ്യൽ നമുക്ക് എന്തെടുക്കാം? V2 എന്നെടുക്കാം. ഈ രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? V ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V1 മൈനസ് V2 അല്ലേ. രണ്ട് പൊട്ടൻഷ്യലിൻ്റെയും ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ നമ്മൾ മൈനസ് ചെയ്താൽ മതി. V1 മൈനസ് V2. ഇനി നമ്മൾ ഈ കണ്ടക്ടറിനെ ഈ രണ്ട് കണ്ടക്ടേഴ്സിനെ നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതിന് പോസിറ്റീവ് പൊളാരിറ്റി നെഗറ്റീവ് പൊളാരിറ്റി കൊടുത്ത് നമ്മൾ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ചാർജിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യണം. ചാർജിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ക്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടറിന് ഇടയ്ക്കുള്ള എന്ത് ഇൻക്രീസ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡും ഇൻക്രീസ് ചെയ്യും. ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഇൻക്രീസ് ചെയ്യും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആരും ഇൻക്രീസ് ചെയ്യും? ആ രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം ചാർജിൻ്റെ വാല്യൂ മാറുന്തോറും എന്ത് ചേഞ്ച് ചെയ്യണം? അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂം ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടുത്തെ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ചാർജ് കൂടുന്തോറും എന്ത് കൂടുന്തോറും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കൂടും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതും ചേഞ്ച് ചെയ്യും? അവിടുത്തെ പൊട്ടൻഷ്യലും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അവിടുത്തെ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് 1/c, അല്ലെങ്കിൽ V is equal to നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? Q/c, where C is called capacitance. C is called capacitance. Capacitance എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? കപ്പാസിറ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? C is equal to Q/V. C is equal to Q/V. Q/V എന്ന് പറഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റൻസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ചാർജ് ടു പൊട്ടൻഷ്യൽ. ചാർജിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെയും റേഷ്യോ ആണ് എന്ത്? കപ്പാസിറ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടായിരുന്നു. കപ്പാസിറ്റൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ടേഴ്സിൻ്റെ കേസ് പറഞ്ഞു. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ചാർജിൻ്റെ വാല്യൂ, അതിലുള്ള സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ വാല്യൂ കൂടുന്തോറും അവിടുത്തെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിരുന്നു 1/c. സിക്ക് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കപ്പാസിറ്റൻസ്. ഓർ C is equal to നമുക്ക് എന്ത് എഴുതാം? Q/V. ചാർജിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെയും റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? കപ്പാസിറ്റൻസ്. ഈ കപ്പാസിറ്റൻസ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്ത്? ഫാരഡ്. ഈ ഫാരഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ചാർജ് കൂളോംബ്, ഇവിടെ എന്താണ്? വോൾട്ട്.
1 ഫാരഡ് വരണമെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ വരിക? 1 ഫാരഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? 1 കൂളോം ഡിവൈഡഡ് ബൈ 1 വോൾട്ട് ആയിരിക്കണം. അതായത് ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ, ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് 1 കൂളോം റൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ടായിട്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ഫാരഡ് എന്ന് പറയുന്നത്. ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് 1 കൂളോം ആകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് റൈസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? 1 ഫാരഡ്. ഈ ഫാരഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു യൂണിറ്റാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ എർത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു സൈസുള്ളൊരു ഒബ്ജക്റ്റ് ആണല്ലേ. ഇതിന് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എർത്ത് ഒരു നല്ലൊരു ഇലക്ട്രോൺ ബാങ്കാണ്. ചാർജിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്രയും എമൗണ്ട് ചാർജൊക്കെ എർത്തിലേക്ക് വരുന്നുണ്ട് ഇല്ലേ. ഇത്രയും വലിയ എർത്തിൻ്റെ കപ്പാസിറ്റി പോലും ഒരു ഫാരഡ് ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു ഫാരഡ് എന്ന് പറയുന്നത് എന്താണ്? അത്രയും വലിയൊരു കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ യൂസ് ചെയ്യാറുള്ളത് മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മില്ലി ഫാരഡും അതേ വളരെ റെയറായിട്ട് നമുക്ക് ആവശ്യം വരാറുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് ഒക്കെയാണ്. മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻6 ഫാരഡ് ആണ്. പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ്. ഇതൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? കപ്പാസിറ്റൻസ്. അതിൻ്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് C = Q/V. പിന്നെ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഫാരഡ്. അതുപോലെ 1 ഫാരഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1 ഫാരഡ് എന്ന് പറഞ്ഞാൽ 1 കൂളോം ബൈ 1 വോൾട്ട് വരുമ്പോഴെന്താവുന്നത്? 1 ഫാരഡ്. അതായത് 1 കൂളോം ചാർജുള്ള ഒരു കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് പറയുന്നത്? 1 ഫാരഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് തുടങ്ങിയവയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ, കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. അപ്പോൾ ഒരു സ്ഫെറിക്കൽ കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ് ഓഫ് റേഡിയസ് R. നമുക്ക് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു Q/V. അപ്പോൾ ഈ കണ്ടക്ടർ ചാർജ് Q ആണെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? V is equal to Q/4πε₀R ആണ്. എപ്സിലോൺ യൂസ് ചെയ്യാൻ കാരണം എന്താ? ഈ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് വേണ്ടത്. അതാണ് εr. ഇനിയിപ്പോൾ വാക്വം ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ε0r എന്ന് യൂസ് ചെയ്യാം. ഈ വിയുടെ വാല്യൂ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ C is equal to Q divided by V, Q divided by 4πε₀R. ആര് ക്യാൻസൽ ആവും? ക്യൂവും ക്യൂവും ക്യാൻസൽ ആവും. ബാക്കി എന്താ വരിക? C is equal to 4πε₀R. വാക്വം ആണെങ്കിൽ അതിനുള്ള മീഡിയം എങ്കിൽ എന്തുണ്ടായിരിക്കും? ε0 ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ്, ഇപ്പോൾ ഒരു കണ്ടക്ടറാണ്, കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് അതിൻ്റെ റേഡിയസ്, സ്ഫെറിക്കൽ ഷേപ്പ് വരുമ്പോൾ റേഡിയസ് കൂടുകയാണ് എന്താണ്? കണ്ടക്ടറിൻ്റെ സൈസ് കൂടുകയാണ്. അപ്പോൾ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് സൈസ് ഓഫ് ദി കണ്ടക്ടർ. ആ കണ്ടക്ടറിൻ്റെ സൈസിനെ ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് എന്താണ്? ആ കണ്ടക്ടർ ഇരിക്കുന്ന മീഡിയം, the medium in which the conductor is situated. ഇപ്പോൾ സൈസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി മീഡിയം ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. അവിടെ നോക്കുക, അതിലെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ചാർജിനെയും പൊട്ടൻഷ്യലിനെയും ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ആൻഡ് ദി മീഡിയം ഇൻ വിച്ച് ദി കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെക്കുക. കണ്ടക്ടറിൻ്റെ സൈസ് കൂടുന്തോറും ഏത് കൂടും? കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി കൂടും. അതിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അതുപോലെ
മീഡിയം പെർമിറ്റിവിറ്റി മാറുന്നതോറും എന്ത് ചെയ്യും, അതിൻ്റെ എബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് കപ്പാസിറ്റൻസിനെ കുറിച്ചിട്ടായിരുന്നു. കപ്പാസിറ്റൻസ് പറഞ്ഞു എന്താണ്, ചാർജിൻ്റെയും പൊട്ടൻഷ്യലിൻ്റെയും റേഷ്യോ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു കണ്ടക്ടറിന് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്, കപ്പാസിറ്റൻസ്. അതിൻ്റെ യൂണിറ്റ് ആണ് എന്ത്, ഫാരഡ്. ഫാരഡ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മില്ലി ഫാരഡ്, മൈക്രോ ഫാരഡ്, പൈക്കോ ഫാരഡ് ഇതൊക്കെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ത്, കപ്പാസിറ്റർ. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ഏത്, കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏത്, കപ്പാസിറ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ശരിക്കും ഏത്, കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ മിനിമം അവിടെ 2 കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു കപ്പാസിറ്റർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ മിനിമം എന്തുണ്ടായിരിക്കണം, 2 കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഏത് ഷേപ്പിലാവാം, പ്ലേറ്റ് ആവാം, സ്പിയർ ആവാം, സിലിണ്ടർ ആവാം, ഏത് ഷേപ്പിലും ആവാം. 2 കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കണം, സെപ്പറേറ്റഡ് ബൈ എ ഡൈലക്ട്രിക് മീഡിയം. ഡൈലക്ട്രിക് മീഡിയം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻസുലേറ്റിംഗ് മീഡിയമാണ്, ഇൻസുലേറ്ററാണ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ്, മിനിമം ഓഫ് 2 കണ്ടക്ടേഴ്സ്. 2ൽ കൂടുതൽ കണ്ടക്ടേഴ്സ് വരാം. മിനിമം എന്ത് വേണം, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മിനിമം ഓഫ് 2 കണ്ടക്ടേഴ്സ് separated by an insulating medium or dielectric medium. ഇപ്പോൾ കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഒരു കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ്. അത് ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്, മിനിമം എന്ത് വേണം, 2 കണ്ടക്ടേഴ്സ് വേണം. 2 കണ്ടക്ടേഴ്സിനെ ഒരു ഡൈലക്ട്രിക് മീഡിയം ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് എന്ത്, കപ്പാസിറ്റർ. കപ്പാസിറ്ററുകൾ ഇലക്ട്രോണിക്സ് ഒക്കെ ആയിട്ട് താല്പര്യമുള്ള കുട്ടികൾ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും കപ്പാസിറ്റർ. എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സീലിംഗ് ഫാൻ ഉണ്ടായിരിക്കും. ആ സീലിംഗ് ഫാനിൽ ആ മോട്ടറിൻ്റെ മുകളിലായിട്ട് ഒരു കപ്പ് ഉണ്ടായിരിക്കും. ആ കപ്പിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടാവും ചെറിയൊരു വെള്ള കളറിലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊരു സാധനം. ഇതാ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് കപ്പാസിറ്റർ. ഇതൊരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്ററിൽ നിങ്ങൾക്ക് നോക്കി അതിൻ്റെ കപ്പാസിറ്റി അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ കപ്പാസിറ്റി ഏകദേശം 2.25 മൈക്രോ ഫാരഡാണ് വരുന്നത്. പക്ഷേ വോൾട്ട് കൂടുതലാണ്. ആ കപ്പാസിറ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും കപ്പാസിറ്ററിൽ. എന്ന് കരുതി ഇത് മാത്രം അല്ലെങ്കിൽ ഈ ഷേപ്പിൽ മാത്രമാണ് കപ്പാസിറ്റർ എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ഷേപ്പിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, കപ്പാസിറ്റേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്, സെറാമിക് കപ്പാസിറ്റർ, അങ്ങനെ പല ടൈപ്പിൽ, പല ഷേപ്പിൽ, പല കളറിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ നിങ്ങൾക്ക് കപ്പാസിറ്റേഴ്സ് കാണാൻ പറ്റും. ചില കപ്പാസിറ്റേഴ്സിൻ്റെ ചിത്രം തന്നെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം. ഇതൊക്കെ പല ടൈപ്പ് കപ്പാസിറ്ററുകളാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പല കപ്പാസിറ്ററുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്ററിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചിട്ടാണ്. ഏതാണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു ടോപ്പിക്കാണത്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ആ പേര് സജസ്റ്റ് പറയുന്നത് പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ്, 2 ചാർജ്ഡ് പ്ലേറ്റ്സ്. 2 ചാർജ്ഡ് പ്ലേറ്റുകളാണ് ഏതിലുള്ളത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലുള്ളത്. ഇതുപോലെ സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്. സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 സിലിണ്ടറുകളായിരിക്കും. ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും, അതിന് മുകളിലൂടെ വേറൊരു സിലിണ്ടർ കവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ നടുക്ക് എന്തുണ്ടായിരിക്കും? ഒരു ഡൈലക്ട്രിക് ഉണ്ടായിരിക്കും. അതുപോലെ സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്. സ്ഫെറിക്കൽ കപ്പാസിറ്റർ എങ്ങനെയായിരിക്കും? ഒരു സ്പിയർ ഉള്ളിലുണ്ടാവും, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മുകളിൽ വേറെ വലിയൊരു സ്പിയർ ഉണ്ടാവും. അത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്തായിരിക്കും? ഒരു ഡൈലക്ട്രിക് ആയിരിക്കും. ആ രീതിയിൽ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഇതിനെ കുറിച്ചിട്ടാണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ചിട്ടാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ എന്തുണ്ടായിരിക്കും? 2 ചാർജ്ഡ് പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും.
ഒരു ചാർജിൻ്റെ പ്ലേറ്റ് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ പ്ലേറ്റ് എന്തായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതായത് ഇത് പ്ലസ് സിഗ്മയാണ് ഇതിൻ്റെ ചാർജ് എങ്കിൽ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? മൈനസ് സിഗ്മ ആയിരിക്കും. പ്ലേറ്റുകളുടെ ഏരിയ നമുക്ക് എ എന്ന് കൺസിഡർ ചെയ്യാം. പ്ലേറ്റിൻ്റെ ഏരിയയാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തുള്ളത്? എ എന്ന് കൺസിഡർ ചെയ്ത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് സ്മാൾ ഡി എന്ന് കൺസിഡർ ചെയ്യാം. അതായത് രണ്ട് പാരലൽ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് എന്ത്? സ്മാൾ ഡി. ആ പ്ലേറ്റിൻ്റെ ഏരിയ ആണ് എന്ത്? എ. ഓക്കെ, ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി നമുക്ക് പ്ലസ് സിഗ്മ എന്നും ഇതിൻ്റെ ചാർജ് ഡെൻസിറ്റി എന്തെടുക്കാം? മൈനസ് സിഗ്മ എന്നെടുക്കാം. ഇത് പ്ലസ് സിഗ്മ, ഇത് മൈനസ് സിഗ്മ എന്നെടുക്കാം. പ്ലേറ്റിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു എന്താണ്? എ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അത് എക്സാമിന് ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, അതുപോലെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന എന്താണ്? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കപ്പാസിറ്റൻസ് കാണാൻ നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? C is equal to Q by V അല്ലേ? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ മാർക്ക് ചെയ്തത് നമ്മൾ പലയിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. C is equal to Q by V പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതിലെ ചാർജ് നമ്മൾ Q എന്ന് എടുക്കാം. പ്ലസ് Q ചാർജ് ഡെൻസിറ്റി നമ്മൾ പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ എടുത്തിട്ട് സിഗ്മ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. സിഗ്മ is equal to Q by A പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? സിഗ്മ is equal to Q by A. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് Q കാണാം, A നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? പൊട്ടൻഷ്യൽ അറിയണം. V is equal to പൊട്ടൻഷ്യൽ കാണണം. പൊട്ടൻഷ്യൽ കാണാൻ നമുക്ക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? V is equal to E into D. V is equal to E into D, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? V is equal to E into D എന്നുള്ള റിലേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു Q by V എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തു. കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? V is equal to E into D എന്ന് യൂസ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വേറെ ഒരു റിലേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈസിക്കൽ മൈനസ് dV by dr എന്നുള്ളൊരു റിലേഷൻ കൂടി പഠിച്ചിട്ടുണ്ട് വേരിയിങ് ആണെങ്കിൽ. അല്ലാത്ത കേസിൽ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? V is equal to E into D, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ രണ്ട് ചാർജ്ഡ് പ്ലേറ്റുകളുടെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്. കാരണം ഇവിടെയല്ലേ ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. അതിനുള്ള ഇക്വേഷൻ നമ്മൾ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോസസ് ലോ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാർജ്ഡ് ഷീറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരിക്കും? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും അല്ലേ? ഒരു ചാർജ്ഡ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതുമൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അതിന്റെ ഒരു സ്പെഷ്യൽ കേസ് എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. എന്താണ്? രണ്ട് ചാർജ്ഡ് ഷീറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് ഓർമ്മയില്ലാത്തവർ ആ പഴയ നോട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ചാർജ്ഡ് ഷീറ്റുകളുടെ ഇടയിലെ ഇലക്ട്രിക് ഫീൽഡ്. അതിൽ രണ്ട് കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ചാർജ് ഡെൻസിറ്റി ആണെങ്കിലും അതുപോലെ ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിലും. സെയിം ചാർജ് ഡെൻസിറ്റി പറഞ്ഞാൽ ഇത് പ്ലസ് സിഗ്മ ആണെങ്കിൽ ഇതും പ്ലസ് സിഗ്മ, ഇത് മൈനസ് സിഗ്മ ആണെങ്കിൽ ഇതും മൈനസ് സിഗ്മ, ആ രീതിയിൽ വരികയാണെങ്കിൽ അപ്പോഴെങ്ങനെയായിരുന്നു അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വന്നിരുന്നത്? ഈ രണ്ട് പ്ലേറ്റിൻ്റെയും ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു. ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0 ഉണ്ടായിരുന്നു, ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0 ഉണ്ടായിരുന്നു. അതേസമയം നമുക്ക് ഇവിടെ വരുന്ന കേസ് ഏതാണ്? ഓപ്പോസിറ്റ് ഇതാണ്. എന്താ പറയുക? ചാർജ് ഡെൻസിറ്റിയാണ്. ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റിയാണ് വരുന്നത്. ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ, അതായത് ഇത് പ്ലസ് സിഗ്മയും ഇത് മൈനസ് സിഗ്മയും ആണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? രണ്ട് സൈഡിലും ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഈ പ്ലേറ്റിന്റെ സെന്ററിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയായിരുന്നു? സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരുന്നു. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരുന്നു? സിഗ്മ ബൈ എപ്സിലോൺ 0. ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്തവരൊന്ന് നോട്ട് പുറകിലേക്ക് മറിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈയുടെ വാല്യൂ എന്തെടുക്കാം? ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. സിഗ്മ ബൈ
epsilon 0, where sigma is the surface charge density and sigma is equal to Q by A, charge divided by area. ഈ സിഗ്മയുടെ വാല്യൂ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിഗ്മയുടെ വാല്യൂ മീൻ്റെ വാല്യൂം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, പൊട്ടൻഷ്യലിന്റെ വാല്യൂ വി നമുക്ക് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു, ഇതിവിടെ കൊടുത്താൽ ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എ ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്? ഇൻറ്റു ഡി കൂടി ഉണ്ട്. അപ്പം എന്തുണ്ടായിരിക്കും? ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എ ഇൻറ്റു ഡി. പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എ. നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ഏതൊക്കെയാണ്? വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ആ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 കൊടുത്തു. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മയുടെ വാല്യൂ ക്യൂ ബൈ എ എന്ന് കൂടി ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് വാല്യൂസ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ത് കിട്ടും? ക്യൂ ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനിൽ കൊടുക്കുക. സി ഈസ് ഈക്വൽ ടു എന്താ വരിക? ക്യൂ ഡിവൈഡഡ് ബൈ, വിയുടെ വാല്യൂ എന്താണ്? ക്യൂ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എ. ആര് ക്യാൻസൽ ആയി പോവും? ക്യൂ ക്യൂ ക്യാൻസൽ ആയി പോവും. ബാക്കി എന്താ ഉള്ളത്? സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ക്യൂ ക്യൂ ക്യാൻസൽ ആയി പോയി. എപ്സിലോൺ 0 എ എന്നുള്ളത് എങ്ങോട്ട് വരും? മുകളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഗിവൺ ബൈ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് നോക്കാം, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? ഇക്വേഷനിൽ വരുന്ന ടേമുകൾ നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്, അല്ലേ? പ്ലേറ്റിന്റെ ഏരിയ ഫാക്ടറാണ്. രണ്ടാമത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. Then third one, medium in which the plates are situated. മീഡിയം. ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ്, അല്ലേ? നമ്മൾ തൊട്ട് മുൻപേ പാരലൽ സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻഡിപെൻഡന്റ് ഓഫ് ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ മീഡിയം ഇൻ വിച്ച് ദി കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ്. എന്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്? ചാർജിനെയും പൊട്ടൻഷ്യലിനെയും ഇൻഡിപെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? കണ്ടക്ടറിൻ്റെ സൈസിനെയാണ്. ഇവിടെ നോക്കുക, ഏരിയ കൂടുന്തോറും ഏത് കൂടും? സൈസ് കൂടും. ഏരിയ കുറയുന്തോറും സൈസ് കുറയും. അപ്പോൾ കണ്ടക്ടറിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദി മീഡിയം ഇൻ വിച്ച് ദി കണ്ടക്ടർ ഈസ് പ്ലേസ്. ഡിപ്പെൻഡ്സ് ഓൺ എപ്സിലോൺ 0. എപ്സിലോൺ 0 ഇസ് ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ദി കണ്ടക്ടേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ വാക്വം. നമ്മളിവിടെ എടുത്തതിൽ എന്താണ്? ഈ രണ്ട് കണ്ടക്ടറും എന്താണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? വാക്വം യൂസ് ചെയ്തിട്ടാണ്. ഇതിനിടയ്ക്ക് എന്തില്ല? വേറെ മീഡിയം ഒന്നുമില്ല. വാക്വം ആണ്. വാക്വം ഒരു ഡയലക്ട്രിക് ആണ്, അല്ലേ? കണ്ടക്ടർ അല്ല, ഒരു നോൺ കണ്ടക്ടിങ് മീഡിയമാണ്. വാക്വം അല്ലെങ്കിൽ എയർ വരുന്ന കേസിലാണ് എപ്സിലോൺ 0 വരുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെയല്ലേ? അപ്പോൾ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്? കണ്ടക്ടറിന്റെ സൈസിനെയും അതിരിക്കുന്ന മീഡിയത്തിനെയാണ്. പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ പിന്നെ ഇതിനും കൂടി ഉണ്ട്. കപ്പാസിറ്ററിന്റെ കേസിൽ ഏത് കൂടി വരും? സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള സെപ്പറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ കൂട്ടാം? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ എന്താ? ഇൻക്രീസ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ആ പ്ലേറ്റിന്റെ ഏരിയ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും കപ്പാസിറ്റർ ആണെങ്കിലോ, സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിലോ കണ്ടക്ടറിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം, സ്ഫിയറിന്റെ ഏരിയ കൂട്ടാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? ഇൻക്രീസ് ദി ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡി, അല്ലേ? ഡി എവിടെ വരുന്നത്? താഴെയാണ്. അപ്പോൾ എന്താണ്? ഡിക്രീസ് ദി സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. പ്ലേറ്റിന്റെ സെപ്പറേഷൻ എന്ത് ചെയ്യാം? കുറയ്ക്കാം. ഒന്ന്, ഇതിന്റെ ഏരിയ കൂട്ടാം. രണ്ടാമത്തെ എന്താണ്? പ്ലേറ്റിന്റെ സെപ്പറേഷൻ എന്ത് ചെയ്യാം? കുറയ്ക്കാം. മൂന്നാമത്തതോ? അടുത്തത് എന്തായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? അടുത്തത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിരിക്കുന്ന മീഡിയത്തിനെയാണ്, അല്ലേ? ഇൻസേർട്ട് എ ഡൈഇലക്ട്രിക് മീഡിയം വിത്ത് ലാർജ് പെർമിറ്റിവിറ്റി കൂടിയ ഒരു ഡൈഇലക്ട്രിക് മീഡിയം എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഇതിനേക്കാൾ പെർമിറ്റിവിറ്റി കൂടിയ ഒരു മീഡിയം, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യാം.
അപ്പോൾ അത് മൂന്നുമാണ് എന്തിനുള്ള മെത്തേഡ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. How can we increase the capacitance of a parallel plate capacitor? What are the points? First one, increase the area of the plates. Note ചെയ്ത് വെക്കുക. Second one, decrease the separation between the plates. Insert a dielectric of large permittivity അല്ലെങ്കിൽ large dielectric constant. ആ രീതിയിലും പറയാം. Insert a dielectric of large dielectric constant. ആ മൂന്നുമാണ് എന്ത്, കപ്പാസിറ്റൻസ് കൂട്ടാനുള്ള മെത്തേഡുകൾ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കേസ് ഒന്നും കൂടി നോക്കി നോക്കുക. നമ്മളൊരു ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ സംഭവിക്കുന്നത്, ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എത്രമാത്രം ഇൻക്രീസ് ചെയ്യും, എങ്ങനെ ഇൻക്രീസ് ചെയ്യും, അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ അടുത്തത് കൊടുത്തോളൂ. എഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. Effect of ഡൈലക്ട്രിക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ് വരിക ആണ് അടുത്ത് നമുക്ക് നോക്കാം. ഡൈലക്ട്രിക് വെച്ചാലുള്ള ചേഞ്ച് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് മുഴുവൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ ആൻസർ ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ അറിയാം ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് എയർ ആണെങ്കിൽ, വാക്യൂം ആണെങ്കിൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ, എപ്സിലോൺ 0 A/D എന്നുള്ളതാണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. നമ്മൾ ഇതിനിടയ്ക്ക് വേറൊരു മീഡിയം കൊണ്ടുവരികയാണ്, ഒരു ഡൈലക്ട്രിക് മീഡിയം കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കിവിടെ എപ്സിലോൺ 0 യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം എന്ത് യൂസ് ചെയ്യാം, പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എപ്സിലോൺ. വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ 0? Epsilon is equal to epsilon 0 into epsilon r, where epsilon 0 is the permittivity of free space and epsilon r is the relative permittivity, or it is also called dielectric constant. Dielectric constant or relative permittivity. ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ എപ്സിലോൺ ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, എപ്സിലോൺ 0 ഇൻറ്റു കെ, വെർ കെ ഈസ് ദി ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ വരിക, insert a dielectric medium of dielectric constant K in between the plates of the capacitor. The new capacity becomes C is equal to, അല്ലെങ്കിൽ നമുക്ക് C1 എന്ന് എടുക്കാം, C is equal to epsilon 0 Ka divided by D. If we insert a dielectric medium of dielectric constant K in between the plates of the capacitor, the capacitance of the capacitor increases by K times. കപ്പാസിറ്റൻസിന് എന്താ സംഭവിക്കുന്നത്, കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും, കെ ടൈംസ് എന്ത് ചെയ്യും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് എന്ത്, നമുക്ക് എന്ത് ചെയ്യാം, ഡൈലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, കപ്പാസിറ്ററിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു. കപ്പാസിറ്റർ എന്താണ്, ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മിനിമം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം ഓർ എ ഡൈലക്ട്രിക് മീഡിയം. നമ്മൾ അതിൽ പഠിച്ചത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്തായിരുന്നു, 2 പാരലൽ പ്ലേറ്റുകളായിരുന്നു സെപ്പറേറ്റഡ് ബൈ എ ഡൈലക്ട്രിക് മീഡിയം. അതിൻ്റെ കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, C is equal to epsilon 0 A/D എന്നുള്ളതായിരുന്നു. ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ഏരിയ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ആൻഡ് ദി മീഡിയം ഇൻ വിച്ച് ദി പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് എഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് ആണ്. ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിൻ്റെ അത്രയും ടൈംസ് എന്ത് ചെയ്യും, കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. കെ ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും, കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ നോക്കാനുള്ളത്, നമുക്കിപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു സർക്യൂട്ടിൽ നമ്മൾ ചാർജ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട എല്ലാ വാല്യൂസും കപ്പാസിറ്റർ എന്തല്ല നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമുക്ക് വാല്യൂസ് കൂട്ടാൻ കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്യേണ്ടി വരും, ചില സമയത്ത് വാല്യൂസ് കുറയ്ക്കാൻ കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത് നോക്കാനുള്ളതാണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഈ കോമ്പിനേഷൻ ഇനി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ അവിടെ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് പഠിക്കാനുണ്ട്. അതുപോലെ LCR വരുന്ന സമയത്ത് ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്റൻസും കോമ്പിനേഷൻ പഠിക്കാനുണ്ട്.
ഇൻഡക്ടറിൻ്റെ കേസിൽ സീരീസും പാരലലും കോമ്പിനേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ പലയിടത്തും നമുക്ക് എന്തുണ്ട്, ഈ കോമ്പിനേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഏതാണ്, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു എൻഡ് ടു എൻഡ് കോമ്പിനേഷനാണ്. ഒരു എൻഡ് ടു എൻഡ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കൊരു 3 കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഫസ്റ്റ് കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റി C1 എടുത്തോളൂ. രണ്ടാമത്തെ ഒരു കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റി C2 എടുക്കാം. മൂന്നാമത്തെ ഒരു കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ എന്തെടുക്കുകയാണ്, C3. ഇങ്ങനെ 3 കപ്പാസിറ്ററുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. സീരീസ് കോമ്പിനേഷൻ നമ്മൾ ചെയ്യാം. ഇതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് അടുത്തതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഇതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് അടുത്തതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് കണക്ട് ചെയ്യും. ഈ രീതിയിൽ ഒരു എൻഡ് ടു എൻഡ് കണക്ഷനാണ് ഏത്, സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം നിങ്ങൾ ലോവർ ക്ലാസ്സസിലും പഠിച്ചിട്ടുണ്ടാവും. അവിടെ ചാർജിന് ഫ്ലോ ചെയ്യാൻ എന്തില്ല, ഒറ്റ പാത്തേ ഉള്ളൂ, ഒന്നിലധികം പാത്തില്ല. ഒറ്റ പാത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതായത് സർക്യൂട്ടിലെ കറണ്ട് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ സ്റ്റേഷനറി കേസ് എടുക്കുകയാണെങ്കിൽ ചാർജ് ത്രൂ ഔട്ട്, ടോട്ടൽ ചാർജ് ത്രൂ ഔട്ട് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. Q എന്നുള്ളൊരു ചാർജ് ആയിരിക്കും. അതാണ് നമുക്കിവിടെ യൂസ് ചെയ്യാനുള്ളത്. അപ്പം ഇതിൻ്റെ കപ്പാസിറ്റൻസ് C1, C2, C3 എടുത്തു. നമ്മളാണ് സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ എന്താണ്, ചാർജ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആവും അല്ലേ. അപ്പോൾ ഇതിലെ ചാർജ് Q ആണെങ്കിൽ ഇതിലെ ചാർജ് Q, ഇതിലെ ചാർജ് തന്നെയാണ് Q ആണ്. അതേസമയം സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും. അത് ഏത് സീരീസ് കോമ്പിനേഷൻ എടുത്താലും അതെ. ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ V1 ആണെങ്കിൽ ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ നമുക്ക് V2 എടുക്കാം. ഇതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ V3 എടുക്കാം. മൂന്നിൻ്റെയും കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ മൂന്നിലെയും പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഈ എൻ്റെ എയും ബിയും ഇവയുടെ ഇടയിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, V1 പ്ലസ് V2 പ്ലസ് V3. കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് V ഈസ് ഈക്വൽ ടു എന്താണ്, Q/C ആണ്. V ഈസ് ഈക്വൽ ടു Q/C. അപ്പോൾ നമുക്ക് ഇവിടെ ഈ V എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ടിനിടയ്ക്കുള്ള ടോട്ടൽ പൊട്ടൻഷ്യലാണ്. സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ചാർജ് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. കറണ്ടിൻ്റെ കേസിലാണെങ്കിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, Q ഡിവൈഡഡ് ബൈ ഇത് ടോട്ടൽ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമുക്കതിന് അക്രോസ് ഈ 3 എണ്ണത്തിൻ്റെയും കപ്പാസിറ്റൻസ് വരുന്നുണ്ട് അല്ലേ. എക്കും ബിക്കും ഇടയിൽ എന്തുണ്ട്, C1ൻ്റെയും C2ൻ്റെയും C3ൻ്റെയും മൂന്നിൻ്റെയും കൂടി കപ്പാസിറ്റൻസ് വരുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം, എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. C എഫക്റ്റീവ് എന്നോ C എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ C എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആണ്. ഈ 3 കപ്പാസിറ്ററിൻ്റെയും കൂടിയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് C. Q/C is equal to V1. V1 എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യലാണ്. അതിനെന്ത് എഴുതാം, ചാർജ് സെയിം ആണ്. അപ്പോൾ Q ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കപ്പാസിറ്റൻസ് C1 പ്ലസ് അടുത്തത് V2 വരുമ്പോൾ Q/C2 പ്ലസ് അടുത്തത് വരുമ്പോൾ Q/C3. എല്ലാ ടേമിലും ആരുണ്ട്, Q ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. നമ്മൾ 3 കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരും. നമുക്ക് എപ്പോഴും 3 കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 എണ്ണാവും, ചിലപ്പോൾ 4 എണ്ണാവും, ചിലപ്പോൾ 10 എണ്ണാവും. അപ്പോൾ നമ്മളതിനെ ജനറലൈസ് ചെയ്ത് എഴുതുകയാണ്. In general 1/C is equal to 1/C1 plus 1/C2 plus 1/C3 plus etc plus 1/Cn. അതായത് n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയണം, എത്രയും ആവാം. n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഇക്വേഷൻ എന്താണ്, 1/C ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡയറക്റ്റ് കിട്ടുന്നില്ല, അതിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ്. ആ രീതിയിലാണ് വരുന്നത്. ഇത് പലപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് RHS കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് പലരും.
കിട്ടുന്ന ആൻസർ ഈക്വൽ ടു നേരിട്ട് സി എന്ന് എഴുതിയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈക്വൽ ടു സി അല്ല, ഈക്വൽ ടു 1/c ആണ്. ഈ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുത്താലാണ് നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടുക. ഓക്കെ, ഇനി 2 കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ എങ്കിലോ, 2 കപ്പാസിറ്റേഴ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം ചെയ്തിട്ട് ചെയ്യാം. എല്ലാം ഈക്വൽ കപ്പാസിറ്റൻസ് ആണ്. ഫോർ n ഈക്വൽ കപ്പാസിറ്റൻസസ് അല്ലെങ്കിൽ n ഈക്വൽ കപ്പാസിറ്റേഴ്സ്, എല്ലാ കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റി സി ആണ്. C1 C2 C3 എല്ലാം ഒരേ വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, 1/c എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 1/c പ്ലസ് 1/c പ്ലസ് എക്സെട്ര പ്ലസ് 1/c. n ടൈംസ് നമ്മൾ 1/c ചെയ്യണം. n ടൈംസ് 1/c ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം, n/c എന്ന് എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ c എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എന്താ വരിക, c/n. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാം, if there are n equal capacitors, എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സി എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു c/n. ആ കപ്പാസിറ്ററിന്റെ വാല്യൂവിനെ എത്ര കപ്പാസിറ്റർ ഉണ്ടോ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യാം. സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. എത്രമാത്രം ഡിക്രീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ നെറ്റ്വർക്കിലുള്ള ഏറ്റവും ചെറിയ കപ്പാസിറ്റർ ഏതാണോ അതിനേക്കാൾ വാല്യൂ കുറവായിരിക്കും. ഇപ്പോൾ 10 മൈക്രോഫാരഡ്, 20 മൈക്രോഫാരഡ്, 30 മൈക്രോഫാരഡ് അങ്ങനെ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 10 മൈക്രോഫാരഡിനേക്കാൾ കുറവായിരിക്കും. അതായത് എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എവിടെ കുറയും, സീരീസ് കോമ്പിനേഷനിൽ കുറയും. ഇനി നിങ്ങൾ റെസിസ്റ്റേഴ്സിൻ്റെ കേസ് പഠിക്കും, കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നേരെ തിരിച്ചാൽ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുക ചെയ്യാം, ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 റിലേഷൻ കിട്ടി. ഒരു റിലേഷൻ കൂടി സീരീസിൻ്റെ കേസിൽ ഓർത്ത് വയ്ക്കുക. ഫോർ 2 കപ്പാസിറ്റേഴ്സ് 1/c ഈസ് ഈക്വൽ ടു 1/c1 പ്ലസ് നമുക്ക് എന്ത് എഴുതാം, 1/c2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ എഴുതുന്നുണ്ട് അതിൻ്റെ ബാക്കി c ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇവിടെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ c1 c2 കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ഉണ്ടാവും, മുകളിൽ c1 പ്ലസ് c2 ഉണ്ടാവും. അപ്പോൾ c ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, c1 c2 ഡിവൈഡഡ് ബൈ c1 പ്ലസ് c2. ഈ 3 റിലേഷൻസും ഓർത്ത് വയ്ക്കുക. ഒന്ന് ഇത്, പിന്നെ ഏതാണ്, ഈക്വൽ കപ്പാസിറ്റർ ആണെങ്കിൽ ഇത്, 2 കപ്പാസിറ്റർ ആണെങ്കിൽ ഇത്. ഈ 3 റിസൾട്ടുകളും ഓർത്ത് വയ്ക്കുക. ഇത് കോമ്പിനേഷൻ്റെ റിസൾട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്, അതുപോലെ കോമ്പിനേഷൻ തന്നിട്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ റിസൾട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുള്ള ടോപ്പിക്കാണ്. ശരിക്കും മനസ്സിലാക്കി പഠിക്കുക. അത്രയുമാണ് ഏത്, സീരീസ് കോമ്പിനേഷൻ 3 റിസൾട്ടുകൾ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഒരു കോമ്പിനേഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടുകൾ പഠിച്ചേക്ക്, അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, നെറ്റ്വർക്ക് തന്നിട്ട് സോൾവ് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് വരാറുള്ള ഭാഗമാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ കപ്പാസിറ്റേഴ്സിൻ്റെ എല്ലാം പോസിറ്റീവ് ടെർമിനൽ നമ്മളൊരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലുകൾ മറ്റൊരു കോമൺ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. ആ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷനിൽ നമുക്ക് 3 കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, C1 C2 ആൻഡ് C3. പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ നമ്മൾ ചെയ്യാം, ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെയും പോസിറ്റീവ് ടെർമിനൽ ഒരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ ഈ 3 കപ്പാസിറ്ററിൻ്റെയും നെഗറ്റീവ് ടെർമിനലുകൾ നമ്മൾ മറ്റൊരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യും. ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പാരലൽ കോമ്പിനേഷനിൽ എല്ലായ്പ്പോഴും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, അതേസമയം കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ കറണ്ടിന് പകരം എന്ത് വരും, ചാർജ് വരും.
റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, പാരലൽ കോമ്പിനേഷൻ ആയിരിക്കുമ്പോൾ എല്ലാ കമ്പോണന്റിലെയും, അത് കപ്പാസിറ്ററോ റെസിസ്റ്ററോ ഇൻഡക്ടറോ ഏതോ ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതേസമയം കറണ്ട് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിലെ ചാർജ് നമുക്ക് എന്തെടുക്കാം, Q1 എടുക്കാം, ഇതിലെ ചാർജ് Q2 എടുക്കാം, ഇതിലെ ചാർജ് Q3 എടുക്കാം. ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഈ കോമ്പിനേഷൻ ഇതിൽ മൊത്തം സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്തായിരിക്കും, Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 ആയിരിക്കും. കപ്പാസിറ്ററിന്റെ കേസിൽ നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു എന്താണ്, C ഇൻറ്റു V ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം, C ഇൻറ്റു V ഈസ് ഈക്വൽ ടു, C എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും, V എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യലാണ്. ഇവിടെ നമ്മൾ LHS കൊടുക്കുന്ന C എന്തായിരിക്കും, ഈ 3 കപ്പാസിറ്ററിൻ്റെയും കൂടി കപ്പാസിറ്റൻസ് കൂട്ടിയാലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. ഈ 3 കപ്പാസിറ്ററിന് പകരം അതേ കപ്പാസിറ്റി വരുന്ന ഒരു സിംഗിൾ കപ്പാസിറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് ഏത്, C. അല്ലെങ്കിൽ ഇതിൻ്റെ 3ൻ്റെയും കൂടി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് C. അത് C എന്ന് എഴുതാം, അല്ലെങ്കിൽ C എഫക്റ്റീവ് എന്ന് എഴുതാം. അപ്പോൾ C ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, Q1 നമുക്ക് എന്ത് കൊടുക്കാം, C1V എന്ന് കൊടുക്കാം, കാരണം പൊട്ടൻഷ്യൽ സെയിം ആണ്, പ്ലസ് C2V പ്ലസ് C3V. V കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം അല്ലേ. ഇൻ ജനറൽ n റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താ വരിക, ഇൻ ജനറൽ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സിട്ര പ്ലസ് Cn. എല്ലാ കപ്പാസിറ്ററും ഈക്വൽ വാല്യൂ ആണെങ്കിലോ, ഫോർ n ഈക്വൽ കപ്പാസിറ്റേഴ്സ്, എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ വാല്യൂ ആണെങ്കിൽ എന്തായിരിക്കും വരിക, എല്ലാതും കൂടി ആഡ് ചെയ്യുക, C പ്ലസ് C പ്ലസ് C പ്ലസ് C പ്ലസ്, അങ്ങനെ n ടൈംസ് C ആഡ് ചെയ്ത് കഴിഞ്ഞാൽ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു C. ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ കപ്പാസിറ്റേഴ്സിൻ്റെ എണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെയാണെങ്കിൽ എല്ലാ കപ്പാസിറ്റേഴ്സും ഈക്വൽ വാല്യൂ ആണെങ്കിൽ പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കോമ്പിനേഷൻ നോക്കി, സീരീസ് കോമ്പിനേഷൻ നോക്കി, പാരലൽ കോമ്പിനേഷൻ നോക്കി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു, പിന്നെ കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞു, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ഫോം ചെയ്തു, അതിൻ്റെ കോമ്പിനേഷൻ, സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. നമുക്കിനി ഒരു എനർജി സ്റ്റോർഡ് ഉണ്ട്, വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ബാക്കിയുണ്ട് ആ ചാപ്റ്ററിൽ. ആ ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.